Students, good morning. Disabilities of the scheduled caste. Disabilities of scheduled caste. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട ബലഹീനതകൾ അല്ലെങ്കിൽ അവരുടെ കുറവുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. Disabilities. What are the important disabilities? Social disabilities, political disabilities, economic disabilities, religious disability and educational disabilities. വ്യത്യസ്ത രീതിയിലുള്ള പ്രതിസന്ധികള്, ബലഹീനതകള് ഈ വിഭാഗം ആളുകൾ നേരിടുന്നു. അതില് പൊളിറ്റിക്കൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, ഇക്കണോമിക്കൽ, റിലീജിയസ്, ഇത് ഏത് ബലഹീനതകൾ ആയാലും ശരി, ഡിസബിലിറ്റീസ് ആയാലും, അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ. അത് ടോട്ടലി നമുക്ക് പറയാൻ പറ്റും ഒരു എന്താ പറയുക, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള വികസനത്തെ ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള വിവേചനങ്ങള് സമൂഹത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പറ്റും, രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കീഴ്ജാതികളെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അംബേദ്കർ എന്താ വിളിച്ചത്, ദളിത്സ് അല്ലെ, ഗാന്ധി എന്താ വിളിച്ചത്, ഹരിജൻസ് അല്ലെ, ഈ വിഭാഗത്തെ കൂടുതൽ എന്താ പറയുന്നത്, താഴ്ത്തുന്ന അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്. ഡിസ്ക്രിമിനേഷൻ എല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സാമൂഹിക വളർച്ചയ്ക്ക് തടസ്സമായിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്, ലോവർ ക്ലാസ് ഇൻ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസബിലിറ്റീസ്. ഇതില് സാമൂഹികമായിട്ട് ബലഹീനത നേരിടുന്ന ലോവർ കാസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാ മേഖലയിലും അവർക്ക് എന്താ പറയുന്നത്, പ്രൊഹിബിഷൻ ആയിരുന്നു, നിരോധനം. പൊതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ കഴിയും. കോമൺ ആയിട്ടുള്ള ഒരു കോമൺ പാത്ത്, ആ ഒരു സിസ്റ്റം ഇല്ല. കാരണം ഹയർ ക്ലാസ് നടക്കുന്ന ഒരു വഴിയിലൂടെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ എന്താ പറയാ, വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഹയർ ക്ലാസിന്റെ വഴിയിൽ അവരുടെ നിഴല് പോലും വിടാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ ലോവർ കാസ്റ്റിന് ഉണ്ടായിരുന്നു. ഇന്ത്യ സാമൂഹിക ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരെണ്ണം പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോമൺ ആയിട്ടുള്ള ഒരു വാട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ വാട്ടർ സോഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു കോമൺ ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്. അത് നമുക്ക് പോയിട്ട് അല്ലെങ്കിൽ ലോവർ കാസ്റ്റിന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയുന്നത്, ഈ ഒരു വിഭാഗം അതിന് തടസ്സം നിൽക്കുക. ഒരു പൊതു കിണറുണ്ട്, ആ കിണർ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു വിഭാഗം ആളുകൾക്ക് പോയിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷമായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം സോഷ്യൽ ഡിസബിലിറ്റീസ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിന്നിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസബിലിറ്റീസ് എന്തിന് കാരണമായിട്ടുണ്ടായിരുന്നു, ആ സൊസൈറ്റിയിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെ, ആ ഹയർ കാസ്റ്റും ലോവർ കാസ്റ്റും തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷന് കാരണമായി എന്നാണ് പറയുന്നത്. ഇതൊരു വലിയൊരു ചലഞ്ചായിരുന്നു
ഒരു ഇമ്പോർട്ടൻ്റ് ചലഞ്ചായിരുന്നു എൻ്റെ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായിരുന്നു ഈ സോഷ്യൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് നേരിടുന്ന ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഡിസബിലിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത് ഇക്കണോമിക് ഡിസബിലിറ്റീസ്. ഇക്കണോമിക് ഡിസബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് ഡിസബിലിറ്റീസ് അതില് ലോവർ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ മേഖലകൾ അല്ലെങ്കിൽ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ സാധ്യത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പരമ്പരാഗതമായ തൊഴിൽ സാധ്യത, ഒരാള് എന്താണ് പൂർവികരായിട്ട് എന്ത് തൊഴിലാ ചെയ്തത് ആ തൊഴില് മാത്രം. വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന പദവികളോ ഉണ്ടെങ്കിൽ കൂടി മറ്റൊരു തൊഴിലിലേക്ക് പോകാനുള്ള സാധ്യത, കഴിവുണ്ടെങ്കിൽ പോലും വേറൊരു തൊഴിലിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ ഇല്ല. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അവിടെയൊക്കെ എന്താണ് ഒരു ബാരിയർ ആയിട്ട് അവിടുത്തെ എന്ത് നിൽക്കുകയാണ്? അവിടുത്തെ അയിത്ത സംവിധാനങ്ങള് അല്ലെങ്കിൽ ഹയർ കാസ്റ്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിൽക്കുക. ഹയർ ക്ലാസ് ആണ്, അതായത് സമൂഹത്തിൽ ഹയർ ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, അന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. സമൂഹത്തെ നിയന്ത്രിക്കുന്നത്, ഭരണം നടത്തുന്നത് ഹയർ കാസ്റ്റ് ആയിരുന്നു. ബ്രാഹ്മണ വിഭാഗം എന്താണോ, ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണോ നിയമങ്ങളാണോ സൊസൈറ്റി കൊണ്ടുവരുന്നു, അതാണ് അന്നത്തെ നിയമം എന്ന് പറയുന്നത്. ഇനി ഈ കീഴ്ജാതിയിലുള്ള ലോവർ കാസ്റ്റിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഊട്ടിവേല ചെയ്യും. ഊട്ടിവേല എന്താ? ചപ്പ് ചവറ് ഒക്കെ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക എന്ന തൊഴിൽ. കെട്ടിട നിർമ്മാണം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കുകൾ. അതേപോലെ തന്നെ വേറെ ഒന്ന് പറയുന്നുണ്ട്, ഈ അനിമൽ ഡെൻസർ ഉണ്ടല്ലോ, കന്നുകാലി അവശിഷ്ടങ്ങൾ, അതൊക്കെ വൃത്തിയാണ്. ഇത്തരത്തിലുള്ള ഊട്ടിവേലകളും അത്തരത്തിലുള്ള ജോലികൾ മാത്രമായിരുന്നു ഈ ലോവർ കാസ്റ്റ് ഉണ്ടായിരുന്നത്. അതൊരു വലിയ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു സൊസൈറ്റിയിൽ. എന്തിനെതിരെ? എന്താണ്? ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അത് അവരുടെ ഒരു ഡിസബിലിറ്റീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ രണ്ട് ഡിസബിലിറ്റീസ് നമ്മൾ പറഞ്ഞു, സോഷ്യൽ ഡിസബിലിറ്റീസ് ആൻഡ് ഇക്കണോമിക് ഡിസബിലിറ്റീസ്. വ്യത്യസ്ത രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് ആണ് പൊളിറ്റിക്കൽ ഡിസബിലിറ്റീസ്. എന്താ പൊളിറ്റിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാഷ്ട്രീയ പരമായിട്ടുള്ള ബലഹീനത. ഇന്ത്യൻ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ നമുക്കറിയാൻ പറ്റും. ഈ ജനാധിപത്യ സംവിധാനം വരുന്നതിന് മുന്നേ ആണെങ്കിലും ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കാൻ ആദ്യകാലം തൊട്ട് തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. ആ കാലം തൊട്ട് തന്നെ നേരിട്ടിരുന്ന ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്. അതെല്ലാം തന്നെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു. അപ്പം ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത് സൊസൈറ്റി നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ പ്രതിസന്ധി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങളിൽ പൊളിറ്റിക്കലായിട്ട് കുറെ ബലഹീനതകൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യകാലത്തെ കേരളത്തിലാണെങ്കിലും ശരി, ഇന്ത്യയിലാണെങ്കിലും ശരി, നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വോട്ടവകാശം പഴയ കാലത്ത് ആർക്കാ ഉണ്ടായിരുന്നത്? നികുതി കൊടുക്കുന്ന ആരാണോ കരം കൊടുക്കുന്നത് അയാൾക്ക് വോട്ടവകാശം. ആദ്യകാലത്ത് കരം കൊടുക്കുന്നവരാരാണ്? സ്വന്തമായിട്ട് ഭൂമിയുള്ളവർ. അപ്പൊ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഭൂമിയും മറ്റും ഇല്ലാത്ത ആളുകൾക്ക് അവിടെ എന്തില്ല? രാഷ്ട്രീയ അവകാശങ്ങൾ ഒന്നുമില്ല. പൊളിറ്റിക്കൽ റൈറ്റ്സ് അവർക്ക് ഇല്ല. എന്താ പറയുന്നത്? അവർക്ക് യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല, പൊളിറ്റിക്കൽ പവർ ഇല്ല, അല്ലെ? അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ അവർക്ക് ഇല്ല.
രാഷ്ട്രീയ പ്രാതിനിധ്യമോ രാഷ്ട്രീയ അവകാശങ്ങളോ ഇല്ലാത്ത ഒരു ജനവിഭാഗമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന്റെ ഈ ഒരു ഡിസബിലിറ്റീസ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചിരുന്നത് ആരായെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ ഡിസബിലിറ്റീസിനെ കണക്കാക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും രാഷ്ട്രീയ അധികാരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാതിനിധ്യമോ ഈ ഒരു വിഭാഗത്തിന് ലഭിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രീയ അധികാരങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങളിൽ ഈ ലോവർ കാസ്റ്റിനെ അല്ല എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ദളിതിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുത്തു. എല്ലാ മേഖലയിലും രാഷ്ട്രീയ അധികാരത്തിന്റെ കാര്യത്തിലായാലും പൊളിറ്റിക്കൽ പവറിലായാലും ശരി പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന്റെ കാര്യത്തിലായാലും ശരി എല്ലാത്തിലും ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള എന്താ പറയുന്നത് പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഈ പ്രൊവിഷന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും there is no discrimination in political activities. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷം ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ജനാധിപത്യ സംവിധാനത്തിന് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം യാതൊരു തരത്തിലുള്ള വിവേചനം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉൾപ്പെടുന്ന ബാക്ക്വേർഡ് ക്ലാസിനെ അല്ലെങ്കിൽ ലോവർ കാസ്റ്റിനെ ഈ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ കാര്യങ്ങൾ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലെ അല്ലെങ്കിൽ ഒരു നിയമ വിദഗ്ധനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ടുവരികയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരികയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി എന്നാണ് വിളിച്ചത്, റിപ്പബ്ലിക്കൻ പാർട്ടി. അതില് അംബേദ്കർ റിപ്പബ്ലിക്കൻ പാർട്ടി രൂപപ്പെടുത്താൻ പ്രധാന കാരണം എന്താണെന്നറിയോ? ഈ ഒരു ബാക്ക്വേർഡ് ക്ലാസിനെ അല്ലെ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യുക, രാഷ്ട്രീയ അവകാശങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കത്തക്ക രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളും അംബേദ്കർ പോലെയുള്ള വ്യക്തികളുടെ മഹാന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒഴിച്ചുകൂടാനാവാത്ത പങ്കാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പില് ഇവരുടെ പങ്ക് നിർണായകമാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു നിർണായക സ്ഥാനം നൽകി എന്നാണ് പറയുന്നത്. നോർമൽ സംവിധാനത്തില് പൊളിറ്റിക്കൽ ഡിസബിലിറ്റീസ് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്ത്, എല്ലാ മേഖലയിലും നിലനിൽക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള വിവേചനങ്ങൾ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് 3 അടിസ്ഥാനപരമായിട്ടുള്ള ഡിസബിലിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അല്ലെ. അതായത് ഡിസബിലിറ്റീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ. അത് 5 ഇമ്പോർട്ടന്റ് ഡിസബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. അതിൽ 3 നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോ ഡിസ്കസ് ചെയ്തു. ഒന്നാമത് പറയുന്നത് സോഷ്യൽ ഡിസബിലിറ്റീസ്, രണ്ടാമത്തത് ഇക്കണോമിക് ഡിസബിലിറ്റീസ്, മൂന്നാമത്തത് പൊളിറ്റിക്കൽ ഡിസബിലിറ്റീസ്. 3 ഇമ്പോർട്ടന്റ് ഡിസബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ കൂടെ നോട്ടും അയച്ചു തരും. ആ നോട്ട് വായിക്കുക, എഴുതിയെടുക്കുക, നോട്ട് വായിച്ച് മനസ്സിലാക്കുക.
ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.